എ.കെ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരാണ്. ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്ത്യൻ സീനിയർ ചേംബർ വാഴൂർ റീജിയൻ്റെ ഒരു പിക്നിക്കാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത്. അത് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തും സാമ്പ്രാണിക്കൊടി ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ്. ഒരു വെനീസാണെന്ന് വേണേൽ പറയാം. പിന്നെ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയാം. ഞങ്ങൾ അടൂർ വന്നു, ഭക്ഷണം കഴിച്ചു. പട്ന റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അഞ്ജലി ബസ്സാണ്, അത് കയറി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരിവരിയായിട്ട് വണ്ടിയെ കയറുവാണ്. ഞങ്ങൾ 42 പേരുണ്ട്. അപ്പം ഞങ്ങൾ കയറി. ഇനി അടുത്ത ഊഴം ഞങ്ങളുടെ മൺട്രോത്തുരുത്താണ്. കണ്ടോ, ഞങ്ങളുടെ ഡ്രൈവറെ കണ്ടോ, മാത്തുക്കുട്ടിയാണ്. അപ്പം ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ അവിടെ ജോഷി സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൺട്രോത്തുരുത്തിൽ 35 കിലോമീറ്റർ പോയാലേ മൺട്രോത്തുരുത്തിൽ എത്തുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആടിച്ചു വിട്ടുപോയി ഞങ്ങൾ മൺട്രോത്തുരുത്തിൽ എത്തിക്കഴിഞ്ഞു. ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ കാരൂത്രക്കടവിൽ നിന്നാണ് വള്ളത്തിൽ കയറി പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ 5 വള്ളങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വള്ളത്തിൽ 8 പേര് വീതമാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചു. എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. അടിപൊളിയായിട്ട് പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ടുള്ള തിരക്കാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കയറി. ഞങ്ങൾ 5 വള്ളവും ഒരുപോലെ പോവുകയാണ്. കണ്ടോ, ഞങ്ങളുടെ വള്ളം തുഴയുന്ന വള്ളക്കാരൻ്റെ പേര് സുന്ദരൻ. ഇപ്പം കാരൂത്രക്കടവിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. കാരണം ഇങ്ങനൊരു യാത്ര കൂടുതൽ പേരും ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ മൺട്രോത്തുരുത്തി വന്നിട്ടുണ്ട്. ഇതാണ് ഒതളങ്ങ. 2 സൈഡിലും ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇത് കണ്ടോ, നീർക്കാക്കയാണത്. നീർക്കാക്ക ഇവിടങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട് നീർക്കാക്ക. എന്നെ രസമായിരിക്കുന്നു. 2 സൈഡിലും നോക്കി ഇങ്ങനെ പോവുകയാണ്. ഒരു വള്ളം കടന്നു പോയി. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പശു നിന്ന് പുല്ല് തിന്നുന്നു. അപ്പോൾ ഞാൻ ക്യാമറമാനോട് പറഞ്ഞു അതൊന്ന് സൂം ചെയ്തെടുക്കാൻ. അന്നേരമാണ് പശു മാത്രമല്ല അതിൻ്റെ ഒരു കൂടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. അതേ കണ്ടൽക്കാടുകൾ തുടങ്ങിയില്ല. അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ദൂരെ ബോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ ആണോ എന്ന് സംശയമുണ്ട്. അടുത്ത് ചെന്നാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കൊല്ലം ജില്ലയിലെ ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മൺട്രോത്തുരുത്തിൽ കൂടെയുള്ള ഞങ്ങളുടെ ആ യാത്ര. ജോസ്മോനെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പാർട്ടി അത് തുഴയുന്നുണ്ട്. കണ്ടോ, ആ ബോട്ട് പോകുന്ന കണ്ടില്ലേ? ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകാൻ അന്നേരം നമ്മൾ കുനിഞ്ഞ് കിടക്കണം. നമ്മൾ സൂക്ഷിച്ച് നല്ലപോലെ കുനിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിടിക്കും. കേട്ടോ, ഞങ്ങളുടെ വള്ളത്തിൻ്റെ തുടക്കമായിട്ടുണ്ട്. ഇനിയും കുനിയണം. ഞങ്ങളെല്ലാം കുനിഞ്ഞ് കമന്ന് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള 8 അതിൻ്റെ പിന്നെ പാലങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ്ട് പിന്നെ മീൻപിടുത്തക്കാരെ കണ്ടു. അവർ എവിടുന്നോ മീൻ പിടിച്ചോണ്ട് വന്നിട്ട് ഹോയ് ഹോയ് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ വന്ന് മീൻ പിടിക്കുന്ന ഇവിടെ അവർ ചൂടയാണെന്നാണ് പറയുന്നത്. ചൂടയെന്ന് പറഞ്ഞാൽ കോട്ടയം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊഴുവ എന്ന് പറയും. അപ്പം അത് മീനെ പിടിക്കുന്നത് കണ്ടില്ല, കൊടുക്കുന്നതേ കണ്ടോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കല്ലടയാറിൻ്റെയും കനാലുകളുടെയും തോടുകളുടെയും ഭംഗി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷമായതേ ഉള്ളൂ ഈ മൺട്രോത്തുരുത്ത് ഇത്രയും ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയത്. കണ്ടോ, അടുത്ത കമന്ന് കിടക്കാൻ ഞങ്ങൾ റെഡിയായി. അടുത്ത പാലമായി. കണ്ടോ, അയ്യോ അമ്മേ, സൂക്ഷിച്ചില്ലെങ്കിൽ തലയിടിച്ച് പോവും. ഇവിടെ ഒരു നല്ല ഒരു അമ്പലം കണ്ടു. ഒരു മുരുകൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. അടുത്ത് ഞങ്ങളുടെ കൂട്ടർ തന്നെയാണ് അവർ. മാത്യൂസ് ഉണ്ട്, സോണിയായെ, പിന്നെ സോണി ഇതുണ്ട്, വേറെ സോണി ഇരിക്കുന്നു, അവരുടെ അച്ചാച്ചനും ഉണ്ട്. ഞങ്ങൾ 2 ബോട്ടുകാരും. അവരെ ഞങ്ങൾ വിടണ്ട, അവർ പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞില്ല. അങ്ങനെ മത്സരിച്ചോടുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ വന്നവരല്ല, വേറെ കുറച്ച് പേരാണ്. അവർ വേറെ ആസ്വദിച്ച് പോവുകയാണ്.
കണ്ടില്ലേ? എല്ലാരും തലയില് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാ അതുപോലെ ഒരു വെയിലാണ് രാവിലത്തെ. രാവിലെ ഇതിനേക്കായി രാവിലെ വരണമെന്നാണ് പറയുന്നത്. ഞങ്ങള് വന്നപ്പം ഒരു 10:30 ആയി. ഞങ്ങൾ കണ്ടോ ഈ ചെറിയ ചെറിയ തുരുത്തിൽ കൂടിയാണ് പോക്ക്. മൺട്രോ തുരുത്തെന്ന് പറഞ്ഞാ പിന്നെ 8 തുരുത്തുകള് ഒന്നിച്ചുള്ളതാണ്. മൺട്രോ സാഹിബാണ് ഈ മൺട്രോ സാഹിബിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മൺട്രോ തുരുത്തെന്നുള്ള ആ പേര് വന്നത്. കല്ലടയാറും അഷ്ടമുടി കായലും കൂടെ. ഇത് ഭയങ്കര ആഴമാണ്. വെള്ളപ്പൊക്കം പിന്നെ വേ മഴക്കാലത്ത് വെള്ളം അതിഭയങ്കരമായിട്ട് കൂടുന്നത് കൊണ്ട് ജോൺ മൺട്രോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കേണൽ ഈ ഭാഗത്ത് കല്ലടയാറിന് ഒരു കൈവഴിയുണ്ടാക്കി. പുത്തനാർ എന്ന് അതിനെ വിളിക്കും. അവിടുത്തെ വെള്ളമെല്ലാം തിരിച്ച് വിട്ടാണ് ഇങ്ങനെ ഓരോ തുരുത്തുകളാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മൺട്രോ തുരുത്തെന്ന് പേര് വന്നേ. ദേ കണ്ടില്ലേ, മീൻ വളർത്തുന്ന സ്ഥലം വന്നിരിക്കുന്നു. ഇവിടെ ആണ് കൊഞ്ച്. കായലില് ഇവിടെ കൊഞ്ചിനെ വളർത്തുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കരിമീനും വളർത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങക്ക് 2 മണിക്കൂറാണ് അവര് തന്നിരിക്കുന്നത്. എന്തൊരു രസമായിരിക്കുന്നു. അപ്പൊ ഞങ്ങടെ ഒരു തുഴക്കാരനാണ് ഈ ജോസ്മോൻ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. കണ്ടോ, എന്തോരം ഇടുങ്ങിയ സ്ഥലത്തൂടാണ് പോകുന്നത്. ഇതിനാണ് തുരുത്തെന്ന് പറയുന്നത്. ഇത് മഴക്കാലത്ത് ഭയങ്കരം വെള്ളമായിരിക്കും. ഇവിടെ ഒന്നും ആളുകള് താമസക്കാരൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോ ഈ ഒരു തുരുത്തും കൂടെ കഴിഞ്ഞാൽ ഞങ്ങള് വല്യ കായലിലോട്ട് ചെന്ന് ചാടും. അതേതാന്ന് ചോദിച്ചാല് അഷ്ടമുടി കായലിലോട്ട്. അഷ്ടമുടി കായലില് ഇത് ഭയങ്കര ചെളിയാണ്. ഭയങ്കര ആഴമുള്ള കായലാണ് അഷ്ടമുടി കായല്. അഷ്ടമുടി കായലിലെ കരിമീനൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതേണ്ടേ അടുത്ത പാലം വന്നു. ഞങ്ങള് കുമ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്. കുമ്പിട്ടില്ലെങ്കിൽ നമ്മളവിടെ തലയിടിച്ച് അവിടെ കിടക്കേണ്ടി വരും. ഈ യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചയിൽ എല്ലാം മതിമറന്ന് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതേണ്ടേ ഈ ഇടത്ത് ഭാഗത്ത്, ഞങ്ങൾ പോകുന്ന ഇടത്ത് ഭാഗത്ത് അവിടെ കരിമീനാണ് കൃഷി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കരിമീനും കൊഞ്ചുമാണ്. കൊഞ്ചുമുണ്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. ആടെ കണ്ടൽ കാടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു പാലവും കൂടെ കഴിഞ്ഞാൽ ഉടനെ അഷ്ടമുടി കായലിലോട്ട് ഇറങ്ങുവാണ്. ഇപ്പൊ ഇവിടെയൊക്കെ ഇച്ചിരൂടെ വീതിയായിട്ടുണ്ട്. ഇനി ഒരു പാലവും കൂടെ ഉള്ളൂ. പോട്ടെ പോട്ടെ, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് എല്ലാവർക്കും എന്നാ സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഈ ഒരു വള്ളത്തേല് 8 പേർക്കേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടുതൽ അവർ കൊണ്ടുപോകത്തില്ല. അതുപോലെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഇരിക്കുന്നത്, അനങ്ങാതെയൊക്കെ. എന്നാ അനങ്ങുന്നവരും ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകളൊന്നും അല്ല കേട്ടോ, ഇത് വേറെയാണ്. എന്നാലും ഞങ്ങൾ അവർക്കൊരു ടാറ്റയൊക്കെ കൊടുത്തു. ഇപ്പം അടുത്ത ഞങ്ങള് അഷ്ടമുടി കായലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഹായ്, കണ്ടോ എന്നാ വിസ്തൃതമായിട്ട് കിടക്കുകയാണ്. അവിടെ എല്ലാം കണ്ടൽക്കാടുകൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇങ്ങനെ പോകുന്ന ഒരു കായലും വേറെ ഇല്ല. പിന്നെ അടുത്ത ഇനി ഒരു പാലവും കൂടെ കടക്കണം. ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും രസകരമായിട്ടുള്ള ഒരു യാത്ര പോയത്. ആണ്ട് ഞങ്ങൾ പാലത്തിൻ്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് തോന്നുന്നത്. കണ്ടില്ലേ? അങ്ങനെ അഷ്ടമുടി കായലിലൂടെ ഇടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങളുടെ വള്ളത്തിൻ്റെ സാരഥി എന്തൊക്കെയോ പറഞ്ഞ് തരുന്നുണ്ട്. മൺട്രോ തുരുത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഈ അഷ്ടമുടി കായലിൻ്റെ ഇടയ്ക്കുള്ള ഈ പിന്നെ കണ്ടൽ കാടുകളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് ആർച്ച് പോലെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു യാത്ര എത്ര രസമായിരിക്കുന്നു, എന്ത് മനോഹരമായിരിക്കുന്നു ഇവിടെ എല്ലാം കാണാനായിട്ട്. ഇത്രയും പ്രകൃതി ഭംഗിയൊക്കെ കളഞ്ഞിട്ടാണ് ഓരോ ആളുകൾ ദൂരെ ഒക്കെ പോയി കാണുന്നത്. ഈ മൺട്രോ തുരുത്തി വന്ന് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത്രയും നേരം നല്ല ചൂടായിരുന്നെങ്കിലും ഈ മരങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കുളിർമയാണ്. നല്ല രസമുണ്ട്. എല്ലാവരും വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടൽക്കാടിൻ്റെ ഇടയിൽ
വള്ളം ഇട്ടിട്ട് അവിടെ ഇച്ചിരി നേരം വിശ്രമിച്ചു. അന്നേരവും ജോസ്മോന് വള്ളം തുഴയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ കൂട്ടരാണ്. ഞങ്ങൾ 5 വള്ളം ഉണ്ടല്ലോ, അതിൽ ഇപ്പം 3 വള്ളം കണ്ടു. ഇനി 2 പേരുടെ വള്ളവും കൂടെ കാണാനുണ്ട്. ഇതൊക്കെ വേറെ ആളുകളാ. ഇത് കണ്ടില്ലോ, എല്ലാ വള്ളവും ഈ കാടിൻ്റെ ഇടയിൽ കൂടിയുള്ള ആ ഒരു യാത്ര അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ രസമുള്ള ഒരു യാത്ര തന്നെയാണ്. മൺട്രോത്തുരുത്തിൻ്റെ മനോഹാരിതയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പാണ്. മാത്യു സാറ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇത് ജോബിയുണ്ട്. ജോബിയും മോളും കൂടെ മുമ്പിലിരിപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ വള്ളം അടുത്ത ഞങ്ങളുടെ കൂട്ടര് മാത്യൂസും സോണിയും എല്ലാവരും കൂടെ ഉള്ളതാണ്. കായലിൽ കൂടെ ഹൗസ് ബോട്ടും പോകുന്നുണ്ട്. അതൊക്കെ കൊല്ലത്തുനിന്ന് വരുന്ന ഹൗസ് ബോട്ടുകളായിരിക്കും. ഞങ്ങളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി ഞങ്ങൾ അപ്പോൾ അഷ്ടമുടി കായലിൻ്റെ ആ ഒരു മനോഹാരിതയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഈ അഷ്ടമുടി കായലിൻ്റെ ഈ ഭാഗത്താണ്. ഞങ്ങളിവിടെ എല്ലാം കണ്ട് ആസ്വദിച്ചത്. ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. 4 വള്ളവും ഞങ്ങളാണ് ഏറ്റവും മുമ്പിലുള്ള 5 വള്ളം. നേർക്കാക്കെ ഒന്നുകൂടെ കാണാൻ പറ്റി. അതുപോലെ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് അവിടെ നമുക്ക് കയറി നിൽക്കാം. അതുപോലെ തന്നെ ആളുകൾ കക്ക വാരുന്നുണ്ട്. കക്ക വാരുന്ന ഒരാളെ കണ്ടു. പിന്നെ അയാൾ മുങ്ങിപ്പോകുന്ന കണ്ടു. നല്ല ഓളവടിച്ചുള്ള ആ ഒരു രസം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എത്ര മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് റിസോർട്ടുകളൊക്കെ അപ്പുറത്തുണ്ട്. ഇതെല്ലാം കണ്ടൽക്കാടുകൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഇവിടെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. കക്ക വാരുന്ന എത്രയോ ചെറുപ്പക്കാരെ അവിടെ കാണാൻ പറ്റി. അവർ കക്ക വാരിയത് ഞങ്ങളെ വാരി കാണിച്ചു. അത് വലിയ സാധാരണ കക്കയല്ല, കുറച്ചുകൂടെ വലിയ സൈസാണ്. എന്നാൽ കല്ലുമ്മേക്കായും അല്ല. അപ്പോൾ അവരെല്ലാം കണ്ടു. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. നല്ല ഒരു എന്നാ ഒരു രസം. എല്ലാവരും വളരെ ആഹ്ലാദിച്ച് ഞങ്ങൾ 1 മണിക്കൂറിൽ കൂടുതലായി. ഇപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ പോവുകയാണ്. കരിയുത്ര എന്ന് പറയുന്ന ആ സ്ഥലത്തോട് പോവുകയാണ്. ഞങ്ങൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൺട്രോത്തുരുത്തെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആണോ? ഞങ്ങളെല്ലാം ഒരു വെയിൽ കൊണ്ട് ഇച്ചിരി ഒരു ക്ഷീണം പോലെ തോന്നിയെങ്കിലും ഞങ്ങളുടെ സാരഥി സുന്ദരൻ ഏതാണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. വള്ളം ഊന്നിക്കൊണ്ട് പോവുകയാണ്. മണ്ട പോയ ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു പരുന്തിരിക്കുന്നു. കണ്ടോ? ആ പരുന്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ പറക്കുകയാണ്. കണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഈ പരുന്തിനെ ഇത്രയും അടുത്ത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്നാണ് ഞങ്ങൾ കയറിയത്. അവരവിടെ നോക്കി നിൽപ്പുണ്ട്. ഞങ്ങളുടെ ലൈഫ് ജാക്കറ്റൊക്കെ മേടിക്കണം. പിന്നെ ഞങ്ങൾ ഇനിയിപ്പം പതുക്കെ ഇറങ്ങണം. ഈ ഇറങ്ങാനും കയറാനുമാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയെടുത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 12 മണിയായപ്പോഴത്തേന് ജയ് ജവാൻ എന്ന് പറയുന്ന ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വലിയ ഹോട്ടലൊന്നുമില്ല, എന്നാലും ഒരുമാതിരി തരക്കേടില്ലാത്ത ഒരു ഹോട്ടലാണ്. ഞങ്ങൾക്ക് 42 പേർക്കും ഒന്നിച്ച് ഭക്ഷണം തരാനായിട്ട് അവർ തയ്യാറായി. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് വീട്ടിലായിരുന്നെങ്കിൽ കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഞങ്ങളത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാനിരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അവരോടെല്ലാം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു കേക്ക് മേടിച്ചു. അത് ഞാനിപ്പം കട്ട് ചെയ്യുകയാണ്. ശരി സാർ ശരി കേട്ടോ. കഴിച്ചോളാം.
കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ റെഡിയായി. മീൻ വറുത്തതും കറിയും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ നോക്കി, അച്ചാച്ചനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അന്നേരം അടുത്ത് വന്നു. നല്ല വറുത്ത മീനും കറിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു. അപ്പം ഊണ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് രണ്ടാമത് വന്നിരിക്കുന്നത് സാമ്പ്രാണിക്കുടിയിലാണ്. അവിടെ വന്നിട്ട് ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ, സാമ്പ്രാണിക്കുടി ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബോട്ടിലാണ് നമ്മൾ സാമ്പ്രാണിക്കുടിയിലോട്ട് പോകുന്നത്. ഇത് അഷ്ടമുടിക്കായലിൻ്റെ സൈഡിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ബോട്ട് എത്തും. ഉണ്ടോ, എന്നോ വിസ്താരമായിട്ടാണ് കിടക്കുന്നത്. അവിടെ ഒരു കുരിശടി ഉണ്ട്. അന്തോനീസ് പുണ്യാളച്ചൻ്റെ കുരിശടിയാണ്. പിന്നെ കുരീപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൺട്രോത്തുരുത്തി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് 20 കിലോമീറ്റർ വന്നു കഴിഞ്ഞ് സാമ്പ്രാണിക്കുടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളെ, അതുപോലെ തന്നെ ബോട്ട്, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും എന്തോരം ജനമാണ് സാമ്പ്രാണിക്കുടിയിൽ. ഞാൻ ആദ്യമായിട്ടാണ്. സാമ്പ്രാണിക്കുടി നമുക്ക് കാണണമെങ്കിൽ കുറച്ച് ദൂരെ അവിടം വരെ പോകണമെന്ന് തോന്നുന്നു. അത് അന്നേരമേ അറിയത്തുള്ളൂ. എത്രയും ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളെ ബോട്ടേലാണ് അവിടെ കൊണ്ടുപോയി ആക്കി അവിടെ ഇറക്കി കൊണ്ടുവരുന്നത്. അതിനൊക്കെ പ്രത്യേക ഫീസുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചയിലൊക്കെ പോവാം. അപ്പം ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ബോട്ടി ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ആണ് കായലിൻ്റെ നടുക്കുള്ള ആ ഒരു കുറച്ച് കരഭാഗമുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ടൂറിസ്റ്റുകളും സാമ്പ്രാണിക്കൊടി അവിടെ പോയി വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ബോട്ടിൽ കയറാനായിട്ട് തകൃതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ബോട്ടിൽ കയറ്റമാണ്. ഒരു ബോട്ടിനകത്ത് അതിനകത്ത് 8 പേരോ എങ്ങാണ്ട് കയറാൻ പറ്റുകയുള്ളൂ. ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ബോട്ടിൽ കയറിയ ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. അപ്പോൾ സൈഡ് വഴിയൊക്കെ കാണാം അവിടെ റിസോർട്ടുകളും പള്ളികളെ, പിന്നെ വേറെ ടൂറിസ്റ്റ് ബസ്സുകളെ, കാറ് എല്ലാം ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് എപ്പോഴും സാമ്പ്രാണിക്കുടിയിൽ ആളുകൾ വരുന്നത്. ആ കരേച്ച് അവിടെ ഇറങ്ങി നിൽക്കണമെങ്കിൽ ഉച്ച കഴിയണം. കാരണം അന്നേരമാണ് വേലിയിറക്കം ഉണ്ടാകുന്നത്, വെള്ളം കുറയുന്നത്. എന്നാൽ പോലും ഇപ്പം ബോട്ടിലിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വെള്ളത്തിൻ്റെ കുറവൊന്നുമില്ല. എന്നാലും അവിടെ ഇറങ്ങാതെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 8 പേരാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ സൈഡ് മുഴുവന് തെങ്ങാണ്. ഇവിടെ എല്ലാം തെങ്ങേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കുടിയിലെ ആ ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. അതായത് വെള്ളം കുറവായിട്ടുള്ള സ്ഥലം ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ട്. അവിടെയാണ് ആളുകളെല്ലാം നിൽക്കുന്നത്. അവിടെ പോയി ഇറങ്ങി നമ്മൾ കരയിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ ഈ കായലിൽ കൂടെ നടക്കുന്നു. ഒന്ന് ഓർത്തേ, എന്തൊരു അതിശയമാണ്. അതാണ് ഇവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരാൻ കാരണം. അപ്പോൾ സാമ്പ്രാണിക്കുടിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇതൊരു ചെറിയ തുരുത്ത് പോലെയാണ്. ഇവിടെയും കുറേ കണ്ടൽ കാടുകളും ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ വെള്ളത്തിൽ കൂടെ കരയിൽ നടക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. അത് മുട്ടറ്റം വെള്ളമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ മുഴുവൻ മുങ്ങിപ്പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാമ്പ്രാണിക്കുടി വരുന്നത്. എന്നാലും എനിക്ക് അവിടെ ഇറങ്ങണം. അപ്പോൾ ബോട്ടിൽ വന്ന് ഞങ്ങൾ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പോട്ട് അവിടെ അവരത് വാർത്ത് കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ ചാടി അതിനകത്ത് ഇറങ്ങി എന്നിട്ട് വേണം ഇത് കായലിലോട്ട് ഇറങ്ങാൻ. എനിക്കൊരു ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാലിനൊക്കെ ഇച്ചിരി വേദനയൊക്കെ ഉള്ളതാണ്. അങ്ങനെ 2 പേര് ആദ്യം ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ്. എത്രയും വെള്ളം കാണും അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അതനുസരിച്ച് ഓരോ ആളുകളും ഓരോരോ ആളുകളെയൊക്കെ പിടിച്ചിറക്കുകയാണ്. എനിക്കിറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു
പേടി. ആ തണുപ്പ് ഒച്ചയും ഇനി എത്രയും നടക്കണമെന്നറിയത്തില്ല. ആളുകൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിച്ചപ്പിച്ചയാണ്. ആദ്യം ഒന്ന് പിച്ച നടക്കുകയാണ്. വെള്ളത്തിൽ കൂടെ അല്ലേ, ഇനി വല്ലോടവും കുഴിയുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു. കാരണം ഒരു അത്ഭുതം തന്നെയാണ്. ഈ കരയിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന പോലെ വെള്ളത്തിൽ കൂടെ നടന്നു പോവുകയാണ്. അതും അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് ഭാഗത്ത്. ഭയങ്കര അതിശയം തന്നെയാണ്. ഇത് കാണാത്തവരൊക്കെ വരണം, ഇത് കാണണം കേട്ടോ. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം വേറെയില്ല. ഏതായാലും ഞങ്ങൾ പേടിച്ചാണെങ്കിലും വല്ല കുഴിയൊക്കെ ഉണ്ടോ, എല്ലാവരും ചെരുപ്പിട്ടിട്ടുണ്ട്. ഇനി കാലയിലൊന്നും കൊള്ളാതെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട്, അവിടെ ഓളമൊന്നുമില്ല, വലിയ വെള്ളം ഒഴുകുന്നൊന്നുമില്ല. സാധാരണ ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഒത്തിരി വെള്ളം കുറയുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് മുട്ടിന് മേളിൽ തന്നെ ഉണ്ടായിരുന്നു. നീളമുള്ളവർക്കൊന്നും അത്രയും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലവരും കൂടെ ആ മരത്തിൻ്റെ ചുവട്ടിലോട്ട് പോവുക. കാരണം എല്ലാവരും ആ മരത്തെ കയറുന്നുണ്ട്. ആ മരത്തിൻ്റെ മേളിൽ വരെ ആളുകൾ കയറി നിൽപ്പുണ്ട്. എല്ലാവരും അതിനകത്ത് കയറുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഞങ്ങളും എല്ലാവരും പോയി അവിടെ നിന്ന് ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും എനിക്ക് കാല് വയ്യാന്ന് പറഞ്ഞാലും എനിക്ക് കയറാൻ പറ്റുന്നിടത്ത് ഒരു ചെറിയ ഒരു ശിഖരം ഉണ്ടായിരുന്നു. ഞാനപ്പം അവിടെ കയറിയിരുന്നു. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. അങ്ങനെ ഒരു 1-2 ഫോട്ടോയൊക്കെ എടുത്തു. പുള്ളിയും വന്നു എൻ്റെ കൂടെ നിന്ന്. ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമാണ്. നല്ല ഒരു ആംബിയറുള്ള ഒരു സ്ഥലം. ഫോട്ടോ എടുക്കാനാണെങ്കിലും ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഇവിടെ വരാം. വെള്ളത്തിലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ നോക്കിയപ്പോഴാണ് അടുത്ത അതിശയം കാണുന്നത്. വെള്ളത്തിലൊരു ചായക്കട. ഒരു ചായക്കടയല്ല, പല ചായക്കടകൾ, പലരുണ്ട്. അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. നല്ല ഈ തണുത്തിരുന്നപ്പോഴേ നല്ല ചൂടുള്ളൊരു ചായ കുടിക്കാനായിട്ട് എല്ലാവരും റെഡിയായി. അതുകൊണ്ട് ഞങ്ങളും ചായ ഓർഡർ ചെയ്തു, വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെ കുറേ സ്നാക്സ്, മാങ്ങായും നെല്ലിക്കായും എല്ലാം ഞങ്ങൾ അത് കണ്ടു. ഞങ്ങൾ ഒരു ഗ്ലാസ് മാങ്ങ വാങ്ങിച്ചു. അത് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്തു, കഴിച്ചു. നല്ലതായിരുന്നു. അപ്പോൾ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. ഉപ്പിലിട്ട നെല്ലിക്കായും മാങ്ങായും ഇഷ്ടം പോലെ. അത് നല്ല സൈസ് മാങ്ങയാണ്. നല്ലപോലെ അവർ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് ഈ പേപ്പർ ഗ്ലാസ്സിലാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഒരെണ്ണം മേടിച്ചു. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അതുപോലെ തന്നെ ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തുന്നെന്ന്. അപ്പോൾ 5 വർഷമായിട്ട് ഇവർക്കിവിടെ കടയുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ അവർ വരും. അത് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേന് അവർ തിരിച്ചു പോകും. ഇതാണ് ഇപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗമെന്ന് പറഞ്ഞു. നല്ല കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് ചായ മേടിച്ച് കുടിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉപ്പിലിട്ട സാധനമൊക്കെ പെട്ടെന്നാണ് തീരുന്നത്. ഞങ്ങളവിടെ നിന്നു, ഇതെല്ലാം കഴിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 1.5 മണിക്കൂർ കൂടുതലായി. ഞങ്ങളുടെ സമയമാകാറായി. ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ബോട്ടേ കയറി. അടുത്ത ഞങ്ങളുടെ സ്പോട്ടെന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ലൈറ്റ് ഹൗസ് കാണാൻ പോവുകയാണ്. തങ്കശ്ശേരിയിലാണ് ഈ ലൈറ്റ് ഹൗസ്. അവിടെയാണ് വലിയ ബീച്ചുള്ളത്. ബീച്ചിലൊന്ന് പോകണം. ഇനിയിപ്പോൾ സന്ധ്യ 6 മണി കഴിഞ്ഞു. ഇനിയിപ്പം പെട്ടെന്ന് ബീച്ചിലുമൊക്കെ പോകണം, ലൈറ്റ് ഹൗസ് കയറണം. അതുപോലെ തന്നെ പുലിമുട്ടി കൂടെ ഒക്കെ ഒന്ന് നടക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളെല്ലാം കൂടെ ലൈറ്റെല്ലാം പോകുന്നതിന് മുമ്പേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ലൈറ്റ് ഹൗസിലോട്ട് കാണാൻ പോവുകയാണ്. അവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പോയി. ഞങ്ങൾ കുറച്ച് പേര് നടന്ന് കയറിപ്പോയി. 200 പടികളാണുള്ളത്. എന്നാലും അവസാന ഭാഗത്ത് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളും പോയി അതെല്ലാം കണ്ടു. അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നല്ല സീനറി ആയിരുന്നു. ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ
മണ്ടേ കയറി നിന്ന് ഞാൻ താഴോട്ട് നോക്കിയപ്പോഴാണ് അയ്യോ എന്നോ വലിയ ബീച്ചാണ് അവിടെ കാണുന്നത്. നല്ല ബീച്ചും കടൽ, പിന്നെ ഇത് ആ പുലിമുട്ട്, അതുപോലെ തന്നെ അവിടുത്തെ സീനറിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം ഇനി താഴെ ഇറങ്ങി ചെന്നിട്ട് വേണം ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ലൈറ്റ് ഹൗസും കണ്ടു. പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പം നല്ലൊരു ഹെലിക്യാമിൽ കൂടെ അതിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയായിരിക്കുന്നു ഈ ചുറ്റുവട്ടം കാണാൻ തന്നെ. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളെല്ലാം എടുത്തു. നല്ല രസമായിരുന്നു. അപ്പോഴത്തേന് സൂര്യൻ അസ്തമിച്ചു, വെട്ടം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം തന്നെ ഇനിയിപ്പം ക്യാമറ ഒന്നും എടുക്കാനും പറ്റത്തില്ല, വെട്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ ക്യാമറ ഓഫാക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.